ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ധനഹാകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു ഭാഗമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഈശോ കഫർനാമിൽ തൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഈശോനെ കാണാനായിട്ട് ഒത്തിരി ആളുകൾ അവിടേക്ക് വന്നു. സുവിശേഷം പറയാ, വാതിൽപ്പടിയിൽ നിൽക്കാൻ കൂടി സ്ഥലമില്ലാത്ത രീതിയിൽ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുക എന്നാണ്. ആ സമയത്താണ് 4 പേരൊരു തളർന്ന മനുഷ്യനെയും കൊണ്ട് ഈ ഭവനത്തിലേക്ക് വരിക. അകത്തേക്ക് വാതിലിലൂടെ കയറാനായിട്ട് പറ്റില്ല. പക്ഷെ അവർ പിന്മാറുന്നില്ല. അവർ മേൽക്കൂര പൊളിച്ച് വീടിൻ്റെ അകത്തേക്ക് ആ മനുഷ്യനെ ഇറക്കുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ ആ മനുഷ്യനെ, ആ തളർന്നു കിടക്കുന്ന മനുഷ്യനെ സുഖപ്പെടുത്തുന്നു. ഈ 4 മനുഷ്യർ ആരാണെന്ന് സുവിശേഷം പറയുന്നില്ല. ആരോ ആണ്. ഈ ദിവസങ്ങളിൽ ഞാൻ കൊച്ചിയിൽ നടക്കുന്ന ബിനാലെ കാണാനായിട്ട് പോയി. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്റ്റലേഷൻ ഉണ്ട്. ഒരു ഭൂമി പോലത്തെ ഒരു ഗോളം, ഒരു വലിയൊരു ഗോളം. അതിലിവരിങ്ങനെ ക്യാൻസ് ഇങ്ങനെ മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുക, ഒട്ടിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഈ സൈഡിൽ നമുക്ക് ഗൈഡ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻ ഇവരിങ്ങനെ തുറക്കും. അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണാനായിട്ട് പറ്റുന്ന രീതിയിൽ അവർ അത് സെറ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ നമ്മളോട് പറയും, ചിരിക്കാൻ പറയും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിരിക്കുമ്പോൾ അവർ ക്യാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അതിൻ്റെ ക്യാൻ്റെ ലിഡ് പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് അവർ സീൽ ചെയ്യും. അങ്ങനെ 2 എണ്ണം സീൽ ചെയ്യും. എന്നിട്ട് ഒരെണ്ണം നമ്മളോട് അവിടെ ഒട്ടിച്ചോളാൻ പറയും. ഒരെണ്ണം അവരവിടെ എടുത്തു വയ്ക്കും. എന്നിട്ട് അവർ വേറൊരു ക്യാൻ നമുക്ക് തരും. അപ്പോൾ നമ്മൾ നോക്കി, ഇതെന്താ? ഇത് വേറൊരാളുടെ സ്മൈലാണ്. ഇത് നിങ്ങൾക്കുള്ള ടോക്കൺ ഓഫ് ലവ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്മറിയാണിത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇത് ആരുടെ ചിരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ആരുടെയോ ചിരിയാണ്. പക്ഷേ ആ ഇൻസ്റ്റലേഷൻ്റെ പേരുണ്ടല്ലോ, ഡിവൈൻ സ്മൈൽസ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ദൈവത്തിൻ്റെ ചിരി തന്നെയാണ്. നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയത്ത് ഇത് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു പ്രത്യാശയൊക്കെ തരുന്ന ഒരു ഡിവൈൻ സ്മൈൽ. ആ 4 പേരുണ്ടല്ലോ, ആ 4 പേര് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം ആരാന്ന് പറയുന്നില്ല. പക്ഷേ അവർ ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ്. പണ്ട് യുദ്ധം നടന്നപ്പോൾ ഈശോൻ്റെ ഒരു സ്റ്റാച്ചു ഒരു പള്ളിയിലെ തകർന്നു പോയതിനെ പറ്റിയിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ കൂടി ഇടവക ജനം കൂടിയിട്ട് പിരിവിട്ടിട്ട് പുതിയൊരു സ്റ്റാച്ചു പണിയാമെന്ന് തീരുമാനിച്ചു. പക്ഷേ വികാരിയച്ഛൻ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് ഈ സ്റ്റാച്ചുവിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വയ്ക്കാം: എനിക്കിനി കൈകളില്ല, നിങ്ങൾക്ക് എൻ്റെ കൈകളാകാൻ പറ്റുമോ? എനിക്കിനി കാലുകളില്ല, നിങ്ങൾക്ക് എൻ്റെ കാലുകളാകാൻ പറ്റുമോ? എനിക്കിനി കാതുകളില്ല, നിങ്ങൾക്ക് എൻ്റെ കാതുകളാകാൻ പറ്റുമോ? ഇപ്പോഴുള്ളവർ ഈ 4 പേര് ആരാണ് എന്നുള്ള ചോദ്യത്തിന് അവർ ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ തന്നെയാണ്. ഇന്നത്തെ സുവിശേഷവും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കൊച്ചു കാര്യം ദൈവത്തിൻ്റെ ഉപകരണങ്ങളാകാൻ പറ്റുമോ എന്നുള്ളതാണ്. തളർന്ന മനുഷ്യനെ, തകർന്ന മനുഷ്യനെ, ദുരിതമനുഭവിക്കുന്ന, ദുഃഖിക്കുന്ന മനുഷ്യനെല്ലാം ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഉപകരണങ്ങളാകാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സുവിശേഷം ജീവിക്കുകയാണ്. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്: സ്നേഹമാണ് സർവോത്കൃഷ്ടം. അത് പറയാനായിട്ടൊരു കാരണമുണ്ട്. കാരണം കൊരിന്തോസിലെ സഭ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു സഭയായിരുന്നു. അവർക്ക് പ്രവചനപരമുള്ളവരുണ്ട്, ഭാഷാപരമുള്ളവരുണ്ട്. അവരിങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒത്തുകൂടുമ്പോൾ പ്രവചനപരമുള്ള മനുഷ്യൻ ഉറക്കെ പ്രവചിക്കും, ഭാഷാപരമുള്ള മനുഷ്യൻ ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ്, ഒരു കലവില. അവർ ബലിക്കായിട്ട് വരുന്നതിന് മുമ്പ് ആ സമയത്ത് തന്നെ ഭക്ഷണമുണ്ട്. അപ്പോൾ നേരത്തെ വരുന്ന പൈസയുള്ളവർ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കും. പാവപ്പെട്ടവർ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാനായിട്ടൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥനയുടെ സമയത്താണെങ്കിൽ വരമുള്ളവർ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ഭാഷാവരുള്ളവർ ഇങ്ങനെ ഭാഷയിൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ അവരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട്, പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ഏതാണ് ഏറ്റവും വലിയത്? പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റിൽ ഏതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്? അത് പ്രവചനപരമാണ്? അല്ല. ഭാഷാപരമാണ്? അല്ല. സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, അത് വെറും മുഴങ്ങുന്ന ചെങ്ങല മാത്രമാണ് നമ്മൾ ചെയ്യുന്നതല്ല. ഇവിടെയുള്ളവർ ഇന്നത്തെ സുവിശേഷത്തിൽ ആ 4 മനുഷ്യർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രൂപമാണ്. ദൈവത്തിൻ്റെ കൈയാകുമ്പോൾ, ദൈവത്തിൻ്റെ കാലാകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹം നമ്മൾ നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉപകരണങ്ങളാകാനുള്ള ക്ഷണം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.